ഏതൊക്കെയാലും ശശി തരൂരിന്റെ പാർട്ടി ജനുവരിയിൽ കേരളത്തിൽ പിറക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ശശി തരൂർ കോൺഗ്രസ് വിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ഇനി കോൺഗ്രസിനകത്ത് ഒരു ഓപ്ഷൻ ഇല്ല. ശശി തരൂർ രൂപീകരിക്കുന്ന പുതിയ പാർട്ടി അത് കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും. അത് ദേശീയ തലത്തിലൊന്നും ആയിരിക്കില്ല. UDF-നകത്തുള്ള 2 ഘടകകക്ഷികളുടെ 3 MLA-മാരും ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. NCPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള PC ചാക്കോ NCPയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ശശി തരൂരിനോടൊപ്പം അണിചേരുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. EMI അടയ്ക്കാനില്ലാതെ ഇരിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റുമാർക്കൊക്കെ 2 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ എന്ത് കോൺഗ്രസ് വികാരം? ഒരു ദാരിദ്ര്യത്തിൽ പെട്ടുകിടക്കുന്ന നേതാക്കന്മാർക്കിടയിലേക്ക് ഒരു വാർഡ് പ്രസിഡന്റ് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് നീ എന്റെ കൂട്ടത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കത്തില്ലേ? മണ്ഡലം പ്രസിഡന്റ് കൊണ്ട് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് നിൽക്കത്തില്ലേ? ശശി തരൂർ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ശശി തരൂരെ കൊണ്ട് ശശി തരൂർ ഇന്ന് വരെ കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. കാരണം ശശി തരൂരൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ പറയുമായിരിക്കും, ഓ ഇവിടെ വലിയ ഗ്ലോബൽ സിറ്റി ആയിട്ട് മാറും, ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് മാറും. ഒന്നും ആകാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പൊ ഈ HRDSന്റെ ഇന്നിപ്പം ഏറ്റവും വിവാദമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് HRDSന്റെ ഒരു അവാർഡ്. HRDSന്റെ അജയ് കൃഷ്ണൻ എന്ന് പറയുന്ന ആള് ആരാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ അറിയാന്നേ. അതുകൊണ്ട് HRDS ഒരു പക്ഷേ ഇന്നിപ്പോ ഈ അവാർഡുമായിട്ട് പോയേക്കുന്നത് ശശി തരൂരുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിരിക്കും. എന്തെങ്കിലും ഒരു ഡീല് പറയും, അതിനുശേഷം നടക്കാനൊന്നും പോകുന്നില്ല. നമസ്കാരം. ശശി തരൂർ പുതിയ പാർട്ടി രൂപീകരിക്കുമോ? ശശി തരൂർ പുതിയ പാർട്ടി രൂപീകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജനുവരി മാസത്തോടുകൂടി തരൂർ കോൺഗ്രസ് നിലവിൽ വരും. അതിൻ്റെ ആദ്യത്തെ സംസ്ഥാനതല സമ്മേളനവും കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ വെച്ച് നടക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരുപക്ഷെ അത് കോട്ടയമാകാനും സാധ്യതയില്ലായിരിക്കില്ല. എന്തുകൊണ്ടാണ് ശശി തരൂർ കോൺഗ്രസ് വിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ഇനി കോൺഗ്രസിനകത്ത് ഒരു ഓപ്ഷൻ ഇല്ല. 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സീറ്റ് പോലും കൊടുക്കാൻ പോകുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു കാരണവശാലും ശശി തരൂരിനെ കോൺഗ്രസ് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ശശി തരൂർ ഇത്തവണ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നൊക്കെയുള്ളത് സത്യമാണ്. ഏകദേശം 1000-ഓളം വോട്ടുകളും അദ്ദേഹം പിടിച്ചു. ഈ 1000-ഓളം വോട്ടുകളിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വോട്ടുകളും കേരളത്തിൽ നിന്ന് തന്നെയാണ്. അന്ന് അദ്ദേഹത്തിന് വേണ്ടി കേരളത്തിൽ നിന്നും വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിരുന്ന ആളുകൾ ശ്രീ MK രാഘവൻ MP-യും അതോടൊപ്പം തന്നെ ശബരിനാഥ്, മാത്യു കുഴൽനാടൻ, ഹൈവി, ഇങ്ങനെ ഒരുപാട് യുവ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ ശശി തരൂർ പിന്നീട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തെ എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരുന്നു എങ്കിൽ ശശി തരൂർ 2 വർഷം മുമ്പ് തന്നെ കോൺഗ്രസ് വിട്ടിട്ട് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കേരളത്തിൽ വരുമായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിലാണോ ഇദ്ദേഹം ഫോം ചെയ്യുക, അതോ സംസ്ഥാന തലത്തിലായിരിക്കും ഫോം ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, ശശി തരൂർ രൂപീകരിക്കുന്ന പുതിയ പാർട്ടി അത് കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും. അത് ദേശീയ തലത്തിലൊന്നും ആയിരിക്കില്ല. ദേശീയ തലത്തിൽ ശശി തരൂരിന്റെ പാർട്ടിക്ക് പ്രസക്തിയുമില്ല. കാര്യം G23 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനകത്ത് ഒരു തിരുത്തൽ ഗ്രൂപ്പൊക്കെ ശശി തരൂരും ഭാഗമായിരുന്നു. പക്ഷെ അവരൊന്നും ശശി തരൂരിന്റെ പുതിയ പാർട്ടിയിൽ ഉണ്ടാവില്ല. ശശി തരൂരിന്റെ പുതിയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തരൂർ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. അതായത് തരൂർ നേതൃത്വം കൊടുക്കുന്ന തരൂരിന്റെ ആശയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് കേരളത്തിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പ്രമുഖരായിരിക്കും ഇതിനകത്ത് അണിചേരുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന MK രാഘവൻ അദ്ദേഹത്തോടൊപ്പം പോകുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും, MK രാഘവൻ ഒരു കാരണവശാലും ശശി തരൂരിനെ അനുഗമിക്കത്തില്ല, ശശി തരൂരിന്റെ പുതിയ പാർട്ടിയുമായിട്ട് സഹകരിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസ് വേണ്ടത്ര പരിഗണന നൽകാൻ വേണ്ടി പോകുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. AICC നേതൃത്വം, ഹൈക്കമാൻഡൊക്കെ നേരിട്ട് അദ്ദേഹവുമായി നിരന്തരം ചർച്ചകളുണ്ട്. അദ്ദേഹത്തിന് ശശി തരൂരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തെ മാറ്റി തിരിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം മാത്യു കുഴൽനാടൻ
കുടൽനാടൻ. മാത്യു കുടൽനാടനൊക്കെ നേരത്തെ തന്നെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അന്തർധാര ഉണ്ടാവാതിരിക്കത്തില്ല. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുതിയൊരു പാർട്ടിയുടെ കൂടെ ഒക്കെ പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ശബരിനാഥൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അദ്ദേഹത്തെയാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് മത്സരിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ശബരിനാഥൻ കോൺഗ്രസ് വിട്ടിട്ട് തരൂരിൻ്റെ കോൺഗ്രസിലേക്ക് പോകും എന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം UDF വേണ്ടത്ര ഒരു മേൽക്കൈ നേടാൻ സാധിക്കാത്ത പക്ഷം, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ 2020 സ്റ്റാറ്റസ് കോ എങ്കിലും നിലനിർത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശശി തരൂരിന്റെ പുതിയ പാർട്ടിയിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ടാവും. അതോടൊപ്പം തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും കേരളത്തിലെ UDF അകത്തുള്ള 2 ഘടകകക്ഷികളുടെ 3 MLA-മാരും ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഇപ്പോൾ തന്നെ കേരളത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഈ ശശി തരൂരിനോടൊപ്പം UDF പ്രധാനപ്പെട്ടതെന്ന് പറയാനൊന്നും സാധിക്കത്തില്ലെങ്കിലും 2 കക്ഷികളുടെ 3 MLA-മാർ, 2 ഘടകകക്ഷികളുടെ 3 MLA-മാർ ശശി തരൂർ രൂപീകരിക്കുന്ന ആ പാർട്ടിക്കൊപ്പം ഉണ്ടാവും. അതോടൊപ്പം തന്നെ LDF ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ദേശീയ പാർട്ടിയുണ്ട് എന്ന് അവകാശപ്പെടുന്നതാണ് NCP-യുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള PC ചാക്കോ NCP-യുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ശശി തരൂരിനോടൊപ്പം അണിചേരുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അത് കൂടാതെ തന്നെ മധ്യ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് റിട്ടയർഡ് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഈ റിട്ടയർഡ് പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇവരുടെ കൂട്ടത്തിൽ, ശശി തരൂരിന്റെ കൂട്ടത്തിൽ അണിചേരും. ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് ശശി തരൂരിന് സാധിക്കും. ശശി തരൂർ ഉണ്ടാക്കുന്ന ഈ ഓളത്തിൽ BJP ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ ഡൗൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ കുറച്ച് താഴത്തേക്ക് ഇരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ബാക്ക് ഫണ്ടിങ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് BJP ആയിരിക്കും. ശശി തരൂരിന്റെ മനസ്സിലുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ കേരളത്തിൽ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 1000 കോടി രൂപയെങ്കിലും വേണം ഒരു പുതിയ പാർട്ടി നല്ല രീതിയിൽ രൂപീകരിക്കുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ ഒരു ഫണ്ടിങ് ശശി തരൂരിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ HRDS ഇന്നിപ്പം ഏറ്റവും വിവാദമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് HRDS ഒരു അവാർഡ്. HRDS അജയ് കൃഷ്ണൻ എന്ന് പറയുന്ന ആള് ആരാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ അറിയാന്നേ. അദ്ദേഹത്തെ BJP-യുടെ ഡൽഹിയിലുള്ള ഓഫീസിൽ കയറ്റത്തില്ല അദ്ദേഹം. പക്ഷെ കേരളത്തിൽ എല്ലാവരുടെ അടുത്തും പറയുന്നത് അദ്ദേഹം BJP-യുടെ സ്വന്തം ആളാണ്, RSS-ന്റെ സ്വന്തം ആളാണ് എന്നാണ് പറഞ്ഞു നടക്കുന്നത്. HRDS എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം BJP-യുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. കേരളത്തിലുള്ള BJP-ക്ക് വേണ്ടിയിട്ട് പല ആളുകളെ ഹയർ ചെയ്യുന്ന ജോലിയാണ് HRDS ചെയ്യുന്നത് എന്നൊക്കെയാണ് HRDS-ന്റെ അവകാശവാദം. അതായത് പല പല ആളുകളെ, അതായത് BJP-യിലേക്ക് ചേരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ BJP-യോട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് HRDS എന്നുള്ള അവകാശവാദം അവരുന്നയിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. BJP-യുടെ ദേശീയ കമ്മിറ്റി ഓഫീസിന്റെ 4 അയൽപക്കത്ത് ഇവരെ അടുപ്പിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ്. കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നു, മനസ്സിലാക്കിക്കും. അതുകൊണ്ട് HRDS ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ അവാർഡുമായിട്ട് പോയേക്കുന്നത് ശശി തരൂരുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും. എന്തെങ്കിലും ഒരു ഡീല് പറയും, അതിനുശേഷം നടക്കാനൊന്നും പോകുന്നില്ല. ആ ഡീല് പറഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ഒരു കമ്മീഷനൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു വെക്കും. പക്ഷെ അതൊന്നും കിട്ടത്തില്ല, വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. HRDS അതിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഒരു BJP-യുടെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയെ പോലും കാണിക്കാനുള്ള ശേഷി HRDS ഇല്ല എന്ന് കൃത്യമായി ധാരണയുള്ള ഒരുത്തരാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് കൃത്യമായിട്ട് പറയാനും സാധിക്കും. ശശി തരൂരിന് കൃത്യമായിട്ട് BJP-യുടെ ഫണ്ടിങ് ഉണ്ടാവും. ആ BJP-യുടെ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ വരാൻ പോകുന്നത് വലിയൊരു ഓളമായിരിക്കും. കാരണം പല കോൺഗ്രസ് നേതാക്കന്മാരും EMI അടിക്കാനില്ലാത്ത അവസ്ഥയിലുണ്ടെന്നേ. EMI അടയ്ക്കാനില്ലാതെ ഇരിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റുമാർക്കും ഒക്കെ 2 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ എന്ത് കോൺഗ്രസ് വികാരം? അവർ ആലോചിക്കുന്നത് എത്രയേ ഉള്ളൂ. തങ്ങളുടെ നേതാക്കന്മാരൊക്കെ കോടികൾ ഉണ്ടാക്കി, പക്ഷെ തങ്ങളിപ്പോഴും ഇതേമാതിരി പ്രശ്നത്തിൽ കിടക്കുകയാണ്. ഒരുപാട് പ്രശ്നത്തിൽ കിടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരുടെ വാർഡ് പ്രസിഡന്റുമാരൊക്കെ വണ്ടിയുടെ EMI അടയ്ക്കാനില്ലാതെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതിരിക്കുന്ന ആളുകൾ. കാരണം ഭരണം ഇല്ലാണ്ടായിട്ട് 9-10 വർഷമാകാൻ പോകുന്നത്. ഈ 10 വർഷത്തിനുള്ളിൽ അവർക്ക് വേറെ ജോലിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജനസേവനവുമായിട്ട് ഇറങ്ങി തിരിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അധികാരമുണ്ടെങ്കിൽ മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചിലർ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട്, അതാണല്ലോ ഇവരുടെയൊക്കെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് അടഞ്ഞിട്ട് 10 വർഷമാകാൻ വേണ്ടി പോവാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ദാരിദ്ര്യത്തിൽ പെട്ട്
നടക്കുന്ന നേതാക്കന്മാർക്കിടയിലേക്ക് ഒരു വാർഡ് പ്രസിഡന്റ് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് നീ എൻ്റെ കൂട്ടത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കത്തില്ലേ? മണ്ഡലം പ്രസിഡന്റ് കൊണ്ട് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു നിൽക്കത്തില്ലേ? അതിനുശേഷം പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ്. ഇതൊക്കെ പണത്തിൻ്റെ മേലിലേക്ക് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശശി തരൂർ അത്ര പുണ്യവാളനൊന്നുമല്ല. ഈ ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ വന്നതിന് ശേഷവും കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ശശി തരൂർ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ശശി തരൂരെ കൊണ്ട്? ശശി തരൂർ ഇന്ന് വരെ കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ശശി തരൂർ എപ്പോഴും കോൺഗ്രസിനെ ട്രബിളിലാക്കുന്നത് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു കുന്തവും ചെയ്യുന്നില്ല കേരളത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ശശി തരൂർ കേരളത്തിൽ നടത്താൻ പോകുന്നത് രാഷ്ട്രീയ ഉപജാപമാണ്. ശശി തരൂർ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിശ്വ പൗരനിൽ നിന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനിലേക്ക് വന്നു ചുരുങ്ങി. ആ രാഷ്ട്രീയക്കാരനിൽ നിന്ന് ഇന്ന് ശശി തരൂർ വീണ്ടും ചുരുങ്ങാൻ പോകുന്നത് രാഷ്ട്രീയ ഉപജാപത്തിലേക്കാണ്. കേരളത്തിൽ ശശി തരൂർ നടത്താൻ പോകുന്നത് രാഷ്ട്രീയ ഉപജാപമാണ്. ഇതിനെ ശക്തമായിട്ട് എതിർക്കാനായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിപത്തായിട്ട് മാറും. നിസ്സാരമായിട്ട് നമ്മളതിനെ തള്ളിക്കളഞ്ഞുകൂടാ. കാരണം ശശി തരൂരൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ പറയുമായിരിക്കും, ഓ ഇവിടെ വലിയ ഗ്ലോബൽ സിറ്റി ആയിട്ട് മാറും, ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് മാറും. ഒന്നും ആകാൻ വേണ്ടി പോകുന്നില്ല. ശശി തരൂർ കഴിഞ്ഞ 15-20 വർഷക്കാലം തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നു. തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇതിനു മുമ്പ് നമ്മൾ ശശി തരൂരിനെ വിമർശിച്ച സമയത്ത് ചില ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ശബ്ദിച്ചത് ശശി തരൂരാണ്. അതൊക്കെ ഏലിയാസ് ജോൺ എന്ന് പറയുന്ന ഒരു ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം രംഗത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ ചില വീഡിയോകൾ കിടക്കുന്നുണ്ട്. പ്രേക്ഷകർ അത് കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ശശി തരൂര് എന്താണ് വിഴിഞ്ഞത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന്. ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ വേറെ ആളുകൾ കാച്ചിയെടുത്ത പ്രൊജക്റ്റാണ്. ആ പ്രൊജക്ടിന്റെ അവകാശവാദമൊന്നും ശശി തരൂരിന് ഒരിക്കലും എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ശശി തരൂർ അവിടെയൊക്കെ വെറും എന്താ പറയുക 8 കാലി മമ്മൂഞ്ഞ് കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ കേരളം വളരെ സൂക്ഷ്മതയോടുകൂടി ചെറുക്കേണ്ട ഒരു രാഷ്ട്രീയ വിപത്തുമായിട്ടാണ് ഈ പറഞ്ഞ ആര് വരുന്നത്, ശശി തരൂർ വരുന്നത്. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ശശി തരൂർ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ശശി തരൂരിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഗൗരവകരമായിട്ട് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം. ഞാൻ പറഞ്ഞല്ലോ, BJPയോട് കേരളത്തിലെ അൺടച്ചബിലിറ്റി ഒന്നും ആർക്കും ഇല്ല. BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നും ആർക്കും ചിന്തയില്ല. BJP ഉണ്ടാവണം, അവരുടെ സംഘടനാ സംവിധാനത്തിലൂടെ അവർ വളർന്നോട്ടെ. പക്ഷെ മറിച്ച് ഏതെങ്കിലുമൊക്കെയുള്ള വർഗീയ ശക്തികൾ, ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ പോകുന്ന വർഗീയ ശക്തികളാണ് ശശി തരൂരിന് പിന്നിലുള്ളത് എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. HRDSനെ പോലെയുള്ള ഉപജാപകരാണ് ഈ ശശി തരൂരിന്റെ പിന്നിൽ നിൽക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവരൊക്കെ കേരളത്തെ തന്നെ തൂക്കി വെക്കും. അതുകൊണ്ട് ശശി തരൂരിന്റെ പാർട്ടി ജനുവരിയിൽ വരും. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കൊഴിഞ്ഞു പോകാതെ എല്ലാ നേതാക്കന്മാരെയും കൺസിഡർ ചെയ്തു പോകാനായിട്ട് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും തയ്യാറാകാത്ത പക്ഷം കോൺഗ്രസിനെ നോക്കിയിരിക്കുന്നത് വലിയൊരു അപകടമാണ്. ശശി തരൂരിനെ അങ്ങനെ എഴുതി തള്ളിക്കളയരുത്. കാരണം ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂരിന്റെ കയ്യിൽ പണമാണുള്ളത്. കാരണം കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരൊന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം എല്ലാവരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തെ ഏത് വിധേന കോൺഗ്രസ് നേതൃത്വം നേരിടും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഗ്രഹപാഠം ഇന്ന് ചെയ്തു തുടങ്ങിക്കോളൂ. വ്യക്തമായിട്ട് പറയാം, കോൺഗ്രസിലെ പല പ്രമുഖരും രഹസ്യമായിട്ട് ശശി തരൂരുമായിട്ട് വളരെ അടുപ്പത്തിലാണ്. വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് വേണമെങ്കിൽ നമ്മൾ പുറത്തുവിടാം. അതുകൂടാതെ കേരളത്തിലെ UDFലെ പ്രധാനപ്പെട്ട എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും 2 ഘടകകക്ഷികളുടെ 3 MLA മാർ ഈ ശശി തരൂരിൻ്റെ പുതിയ പാർട്ടിയിൽ ചേരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അവർ ത്രിതല പഞ്ചായത്തിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. ആ ത്രിതല പഞ്ചായത്തിൻ്റെ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ UDFന് ഏതെങ്കിലും തരത്തിലുള്ളൊരു കോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ആളുകളൊക്കെ ശശി തരൂരിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാലും ശശി തരൂരിൻ്റെ പാർട്ടി ജനുവരിയിൽ കേരളത്തിൽ പിറക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ശശി തരൂർ ഒരുപക്ഷെ രാജിവെച്ചേക്കാം. അത് എങ്ങനെയാണെങ്കിലും ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ശശി തരൂരിന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം.